ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. വളരെ സുപ്രധാനമായ ഒരു പഠന പരമ്പരയുടെ 105ാമത്തെ അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. നമ്മുടെ പഠന വിഷയം റോമർക്കെഴുതിയ ലേഖനം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഥവാ ദൈവം തന്നെയായ ആത്മാവ് ഭൂമുഖത്ത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായി തീർന്ന വിശുദ്ധ ജനത്തിന് അവരുടെ വിശ്വാസയാത്രയ്ക്ക് വളരെ ആവശ്യമായിരിക്കുന്ന പരിജ്ഞാനം പകർന്നു തരുന്ന പുസ്തകമാണ് റോമലേഖനം. കാരണം റോമലേഖനത്തിൻ്റെ പ്രമേയം വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ളതാണ്. നാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസമാർഗത്താലാണ്, കർമ്മമാർഗത്താലല്ല. ദൈവം നൽകിത്തന്ന രക്ഷകനായ ഏകമധ്യസ്ഥനായ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മുടെ വിശ്വാസം അർപ്പിച്ചതിൻ്റെ ഫലമായി ദൈവം അബ്രഹാമിനെ നീതീകരിച്ചതുപോലെ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അതേ മാർഗത്തിൽ നാമും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരിച്ചത് നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ച ദൈവത്തിൽ നാം നമ്മുടെ വിശ്വാസം അർപ്പിക്കുമ്പോൾ ആ വിശ്വാസം കാണുന്ന ദൈവം നമ്മെയും നീതീകരിക്കുന്നു, കുറ്റമില്ലാത്തവരായി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ നീതീകരിക്കപ്പെട്ട നമ്മെക്കുറിച്ച് ദൈവം വളരെ വ്യക്തമായിട്ട് ഈ നീതീകരണം എന്ന വിഷയത്തെ വിശദമായി അവതരിപ്പിക്കുന്ന പുസ്തകമാണ് ഈ റോമാലേഖനം. റോമാലേഖനത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വേദഭാഗത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ 5ാം അധ്യായം അതിൻ്റെ 12 മുതൽ 21 വരെയുള്ള വേദഭാഗം. കാരണം ആദാമിൽ നഷ്ടപ്പെട്ടത്, ആദാമിലൂടെ മനുഷ്യകുലത്തിന് നഷ്ടപ്പെട്ട ആ ഭാഗ്യകരമായ അവസ്ഥ, കടന്നു വന്ന ദൗർഭാഗ്യം, ഇതെല്ലാം ദൈവം നമുക്ക് മാറ്റിത്തന്നു, പരിഹരിച്ചു തന്നു രണ്ടാം ആദാമായ ഒടുക്കത്താദാമായ ക്രിസ്തുവിലൂടെ. അപ്പോൾ ആദാമിനെയും ക്രിസ്തുവിനെയും തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ആദാമിൽ എന്താണോ നഷ്ടപ്പെട്ടത് അതിലധികമായി ക്രിസ്തുവിൽ നമുക്ക് പുനഃസ്ഥാപിക്ക് തന്നതിൻ്റെ ചിത്രമാണ് അവതരിപ്പിക്കുന്നത്. മിക്ക വേദശാസ്ത്ര പണ്ഡിതന്മാരുടെയും കാഴ്ചപ്പാടിൽ ബൈബിളിലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. പക്ഷേ നമുക്ക് ആ വിഷയം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി പോകാൻ പറ്റില്ല. എന്നാൽ തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന പല വിഷയങ്ങളും ഈ പശ്ചാത്തലത്തിലാണ് നൽകപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വേദഭാഗത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന ആത്മീക സത്യങ്ങൾ നാം മനസ്സിലാക്കി പോകേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു കാര്യം നാം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ഈ വേദഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ വേദഭാഗം എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനേക്കാളും വ്യക്തമായി ഈ വേദഭാഗത്തിൽ എന്തല്ല ദൈവം പഠിപ്പിക്കുന്നത്, ഉപദേശിക്കുന്നത് എന്ന് വ്യക്തമായി കാണാൻ കഴിയും. ഈ വേദഭാഗം എന്തല്ല ഉപദേശിക്കുക. കാരണം ഈ വേദഭാഗം ഇന്ന് പല ദുരുപദേശങ്ങൾക്കും വിളനിലമായി മാറിയിട്ടുണ്ട്. റോമലേഖനം 5ന്റെ 12 മുതൽ 21 വരെ വളരെയധികം വികലമാക്കപ്പെട്ടിട്ടുള്ള വേദഭാഗം, പല തെറ്റായ ഉപദേശങ്ങൾ, ദുരുപദേശങ്ങൾ പലതും ഉത്ഭവിക്കുവാൻ കാരണമായ ഈ വേദഭാഗം. അതുകൊണ്ട് ഈ വേദഭാഗം ശരിയായി പഠിക്കുക, മനസ്സിലാക്കുക ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ആവശ്യമാണ്. ഈ വേദഭാഗം എന്തല്ല പഠിപ്പിക്കുന്നത്? ആദ്യമായി നമ്മൾ കഴിഞ്ഞ പഠനത്തിൽ കണ്ടു, ഈ വേദഭാഗം ഒരിക്കലും മനുഷ്യൻ ആദാമിൻ്റെ പാപം പാരമ്പര്യമായി തന്നിലേക്ക് കടന്നു വരുന്നുവെന്ന് വേദഭാഗം പഠിപ്പിക്കുന്നില്ല. ഇപ്പം പരമ്പരാഗതമായിട്ട് ആദാമിൻ്റെ പാപം സകല മനുഷ്യരിലേക്കും വരുന്നു. ആ പാപത്തിൻ്റെ അപരാധം, കുറ്റം സകല മനുഷ്യരും ചുമക്കുകയാണ് എന്ന് ഈ വേദഭാഗം പറയുന്നില്ല. വ്യക്തമായി നമ്മൾ കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങൾ പറഞ്ഞു. അത് ഒറിജിൻ എന്ന് പറയുന്ന ആദിപിതാവും, പിന്നീട് വന്ന 5ാം നൂറ്റാണ്ടിലെ അഗസ്റ്റിനും, പിന്നീട് 606 മുതൽ ലോകത്തുണ്ടായ കത്തോലിക്ക സഭ, റോമൻ കത്തോലിക്ക സഭയും, പിന്നീട് മാർട്ടിൻ ലൂതറിലൂടെ ഉണ്ടായ പ്രൊട്ടസ്റ്റൻ്റ് മൂവ്മെൻറ്റുകളും, പിന്നീട് കാൽവിനിസ്റ്റുകളും ഒക്കെ പ്രകീർത്തിച്ച അഥവാ പ്രചരിപ്പിച്ച, വിശ്വസിച്ച ഒരു തെറ്റുണ്ട്. അതായത് കുട്ടികൾ ജനിക്കുമ്പോൾ കളങ്കിതരാണ്. ജനിച്ചു വീഴുന്ന ഓരോ ശിശുവും മലിനപ്പെട്ടവരാണ്. ആദാമിൻ്റെ പാപത്താൽ മലിനപ്പെട്ട, ദുഷിക്കപ്പെട്ട, കളങ്കപ്പെട്ട നിലയിലാണ് ഓരോ കുഞ്ഞുങ്ങളും വളർന്നു വീഴുന്നത്, ജനിച്ചു വീഴുന്നത് എന്ന ധാരണ ഈ ലോകത്തിൽ മിക്ക ക്രിസ്തീയ ഗോളങ്ങളിലും വിശ്വസിക്കപ്പെടുന്നു. പക്ഷെ അത് വചനപ്രകാരമല്ല, അത് വചനപ്രകാരമുള്ള വിശ്വാസമല്ല. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആദിപാപം അഥവാ ജന്മപാപം, പൂർണ്ണമായും പരമ്പരാഗതമായിട്ടുള്ള മനുഷ്യൻ വൈകല്യത്തോടെ ജനിച്ചു വീണു എന്ന അവസ്ഥകൾ, ഈ തരത്തിലുള്ള ചിന്താഗതികളാണ് ഇന്ന് മിക്കയിടത്തും നടക്കുന്നത്. അതുകൊണ്ട്
പലരുടെയും കാഴ്ചപ്പാട് ഒരിക്കലും മനുഷ്യന് രക്ഷിക്കപ്പെടാൻ കഴിയാത്തതുകൊണ്ട് ദൈവം നേരിട്ട് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. സുവിശേഷം കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒന്നും വലിയ കാര്യമല്ല. ദൈവം നേരിട്ട് പ്രവർത്തിക്കും. ദൈവം മുൻകൂട്ടി തീരുമാനിച്ചു. അവരെ ദൈവം അറിയിക്കും. അവരെ ദൈവം രക്ഷിക്കും. മനുഷ്യൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ മറികടക്കുകയാണ്. ഇക്കൂട്ടരുടെ മറ്റൊരു ചിന്താഗതി ഇതിനോട് ബന്ധപ്പെട്ട് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ രക്ഷയുടെ അനുഭവത്തിൽ വന്നവർക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. ഇവരെ സംബന്ധിച്ചുള്ള മറ്റൊരു ദുരുപദേശം, ഈ ആദിപാപം ജന്മപാപം കൊണ്ട് നടക്കുന്നവർ ശിശുക്കളെ സ്നാനപ്പെടുന്നു. കാരണം ശിശുക്കളെക്കുറിച്ച് അവർക്ക് വ്യക്തതയില്ല. ശിശുക്കൾ നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ള മുൻകരുതനാൽ അവർ ശിശുക്കളെ സ്നാനപ്പെടുത്തും. വെള്ളം കോരി തളിക്കും. ചില മരിച്ചുപോയ ശിശുക്കൾക്ക് വേണ്ടി അവർ ലിംബോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ക്രമീകരിച്ചു. അതായത് സ്വർഗത്തിനും നരകത്തിനും ഇടയ്ക്കുള്ള സ്ഥലം. മാമോദീസ കഴിയാതെ മരിച്ച കുട്ടികൾ പോകേണ്ട സ്ഥലം. ഒരു ദുരുപദേശത്തെ ന്യായീകരിക്കാൻ മറ്റൊരു ദുരുപദേശം, അതിനെ ന്യായീകരിക്കാൻ, അതിലെ കുറവുകൾ ന്യൂനതകൾ പരിഹരിക്കാൻ മറ്റൊരു ദുരുപദേശം. ദൈവവചനത്തിൽ ആശ്രയിക്കാത്തതിൻ്റെ ഭവിഷ്യത്താണത്. അപ്പോൾ നമ്മൾ ഈ ആദിപാപം എന്ന ഉപദേശത്തിലേക്ക് നമ്മളൊന്ന് അല്പം മടങ്ങി വരാം. എങ്ങനെയാണ് മനുഷ്യർക്ക് ഇപ്രകാരമുള്ള ഉപദേശങ്ങൾ, ചിന്താഗതികൾ അവരിൽ ഉടലെടുക്കുന്നത്? ഇപ്രകാരമുള്ള ഉപദേശങ്ങളുടെ പിന്നിലേക്ക് പോകുന്നവർ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഉദാഹരണത്തിന് പുറപ്പാട് പുസ്തകത്തിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പാപത്തിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതത്തെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. പുറപ്പാട് 20:5 ദൈവം ഇസ്രായേൽ കൊടുക്കുന്ന കൽപ്പനയിൽ വിഗ്രഹമുണ്ടാക്കരുത്, സ്വർഗത്തിലും താഴെ ഭൂമിയിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയരുത്, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുതെന്ന് പറഞ്ഞതിന് ശേഷം പുറപ്പാട് 20:5 പറഞ്ഞു, നിൻ്റെ ദൈവമായ യഹോവയായി ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ചെൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ ദയ കാണിക്കുകയും ചെയ്യും. ഈ വേദഭാഗമൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പരമ്പരാഗതമായി പാരമ്പര്യത്താൽ ജന്മത്തിലൂടെ ജനിക്കുമ്പോൾ തന്നെ ആദാമിൻ്റെ പാപം പകർന്ന് ലഭിക്കുകയാണ് എന്നെല്ലാമുള്ള ചിന്താഗതി ഉടലെടുക്കുന്ന ഇങ്ങനെയുള്ള വേദഭാഗങ്ങളെ ശരിയായ തരത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ദൈവം വിഗ്രഹാരാധന എത്രമാത്രം വെറുക്കുന്നു, അതിൻ്റെ ശക്തിയെ, പാപത്തിൻ്റെ വ്യാപക ശക്തിയെ കാണിക്കാൻ വേണ്ടി, മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞ വേദഭാഗമാണ്. അത് വിഗ്രഹാരാധനയിൽ കുടുങ്ങിയ ജനങ്ങൾ എത്ര തലമുറ വരെ എൻ്റെ സ്വാധീനത്തിൽ അകപ്പെടുമെന്ന് കാണിച്ചു തരികയാണ്. കൂടാതെ 51-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇതേപോലെ ദുരുപയോഗിക്കുന്ന, തെറ്റായി വ്യാഖ്യാനിക്കുന്ന മറ്റൊരു വേദഭാഗമുണ്ട്. 51-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യം. ഇവിടെ ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ നിന്ന് ഇപ്രകാരം പറയുന്നു, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഇപ്പം ജന്മനാ ഞാൻ അമ്മയുടെ പാപവും പേറിക്കൊണ്ടാണ് ജനിച്ചത് എന്ന ധാരണ പരത്തുന്നു. ഇവിടെ വാസ്തവത്തിൽ ദാവീദ് ഉദ്ദേശിച്ചതല്ല. പാപമാകുന്ന പാപം നിറഞ്ഞ ലോകത്തിൽ താൻ ജനിച്ചതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ വ്യക്തമായി നമ്മൾ കാണാൻ സാധിക്കും, ഇപ്രകാരമുള്ള ജന്മപാപം അഥവാ ആദിപാപം അവർക്കെല്ലാം ആ ഉപദേശത്തിന് ഏറ്റവും നല്ല വളമായി മാറിയിരിക്കുന്ന ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ ഉത്ഭവിക്കാൻ കാരണമായൊരു വേദഭാഗമാണ് റോമലേഖനം 5-ാം അധ്യായം, പ്രത്യേകിച്ച് എൻ്റെ 12-ാം വാക്യം. ആ 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. പക്ഷെ അടുത്ത വാക്യം കൃത്യമായി പറയും. നമ്മൾ ആ വാക്യം വിശദമായി തുറന്ന് പഠിക്കും. ഇപ്പോൾ ആമുഖ പഠനത്തിലാണ്. 8, 9, 10 വരെയുള്ള പാഠങ്ങൾ, വിശദീകരണങ്ങൾ നമുക്ക് ആവശ്യമായി വരും. നമ്മൾ വാക്യം പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, ഒരു ആമുഖ പഠനത്തിലാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പോലും ഉടൻ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ മതി, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ, പാപം പരമ്പരാഗതമായി കിട്ടുന്നതാണെന്നല്ല പറഞ്ഞത്, ഓരോരുത്തരും പാപം ചെയ്യുന്നതിനെക്കുറിച്ച്. അതൊക്കെ നമുക്ക് വിശദമായി പിന്നീട് പഠിക്കാം. അപ്പോൾ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തരത്തിലുള്ള ഉപദേശങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഉത്ഭവിക്കുകയാണ്. ഇപ്പം ക്രിസ്തീയ ഗോളത്തിൽ മിക്കയിടത്തും മിക്ക വിഭാഗങ്ങളും സ്വീകരിക്കുന്ന, ചിന്തിക്കുന്ന, വിശ്വസിക്കുന്ന ഒന്നാണ് പാപം പരമ്പരാഗതമായി ലഭിക്കുന്നു. പക്ഷേ റോമലേഖനം 5 അത് പഠിപ്പിക്കുന്നില്ല. റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 21 വിഷയങ്ങൾ, വാക്യങ്ങളിൽ അത് പഠിപ്പിക്കുന്നില്ല. ഈ വേദഭാഗത്തിൽ പൗലോസിൻ്റെ ഉദ്ദേശം പാപത്തിൻ്റെ സ്വഭാവത്തെ ആഴമായി പഠിപ്പിക്കുക എന്നുള്ളതല്ല. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന പൗലോസ്. ചിലരെ സംബന്ധിച്ച് അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു. പൗലോസ് അങ്ങനെ ഉദ്ദേശത്തിലല്ല പഠിപ്പിച്ചത്. ഈ വേദഭാഗം ആദിപാപം ജന്മപാപത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ളൊരു വേദഭാഗമല്ല. ഇവിടെ ആദാമിൽ എന്ത് നഷ്ടപ്പെട്ടു,
അത് ക്രിസ്തുവിൽ എങ്ങനെയാണ് ഇത് നമുക്ക് തിരിച്ചു നൽകിയത്? ആ ഒരു താരതമ്യം മാത്രമാണ്. ഇപ്പോൾ 12-ാം വാക്യം ഒരിക്കലും പാപം എന്ന പ്രശ്നത്തെ ഒരു ദൈവശാസ്ത്രപരമായ വിഷയമായി പൗലോസിൻ്റെ കാഴ്ചപ്പാടി അവതരിപ്പിക്കുകയല്ല. ആദിപാപം എന്ന വിഷയം അവതരിപ്പിക്കാനല്ല ഇവിടെ റോമലേഖനം 5:12 വാക്യം. ഇപ്പം മനുഷ്യൻ്റെ ഈ തരം താഴ്ന്ന വികലമായ പ്രകൃതിയെക്കുറിച്ച് ഈ വേദഭാഗം ഒന്നും പറയുന്നില്ല. അത് നമ്മൾ പലപ്പോഴും അടിച്ചേൽപ്പിക്കുകയാണ്. വേദഭാഗം പറയാത്ത ആശയങ്ങളാണ് പലരും ഈ വേദഭാഗത്തിലേക്ക് ചെലുത്തുന്നത്. അപ്പോൾ പരമ്പരാഗതമായി ലഭിച്ച വൈകല്യം, പാരമ്പര്യമായി ലഭിച്ച വൈകല്യം അത് ഈ പുസ്തകത്തിൻ്റെ ഈ അധ്യായത്തിൻ്റെ വിഷയമല്ല. ഒരു ദൈവവചനം പഠിക്കുമ്പോൾ, വ്യാഖ്യാനിക്കുമ്പോൾ സ്വീകരിക്കേണ്ട ഒരു അടിസ്ഥാന തത്വമുണ്ട്. എന്താണ് അടിസ്ഥാന തത്വം? അവ്യക്തമായൊരു വേദഭാഗം, അതായത് വായിച്ചാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള, ഇപ്പോൾ റോമലേഖനം 5:12 മുതൽ 21 വരെ ഒരു ഒബ്സ്ക്യൂർ അവ്യക്തമായ വേദഭാഗമാണ്. കഠിനമേറിയ ഭാഗം, പത്രോസ് പറഞ്ഞ പൗലോസ് ലേഖനത്തിൽ കട്ടിയായിട്ടുള്ള, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗമുണ്ട്. അങ്ങനെയുള്ള വേദഭാഗം എടുത്ത് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ലളിതമായി നേരിട്ട് വ്യക്തമായിട്ട് നൽകി തന്നിട്ടുള്ള ഉപദേശത്തിന് വിരുദ്ധമാകരുത് നമ്മുടെ വ്യാഖ്യാനം. വ്യക്തമായി ലളിതമായി നേരിട്ട് നൽകി തന്നിരിക്കുന്ന ഉപദേശമുണ്ട്, കൽപ്പനകളുണ്ട്. അതിനെ ഖണ്ഡിക്കുന്നതാകരുത്. അവ്യക്തമായ ഒരു വേദഭാഗം എടുത്ത് നമ്മൾ വിശദീകരിക്കും. ഉദാഹരണത്തിന് ബൈബിളിൽ തന്നെ വളരെ വ്യക്തമായി ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉപദേശമുണ്ട്. ഒന്ന്, ശിശുക്കൾ ജനിക്കുമ്പോൾ നിർമ്മലരാണ്, ശിശുക്കൾ വിശുദ്ധരാണ്, ഒരു മാലിന്യമുള്ളവരല്ല, ആദാമിൻ്റെ പാപം പേറുന്നവരല്ല. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തു പ്രകാരം പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെപ്പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കയില്ല. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ശിശുക്കൾ ജനിക്കുമ്പോൾ പാപത്തോടു കൂടിയാണ്, കളങ്കത്തോടു കൂടിയാണ്, മലിനതയോടു കൂടിയാണ് ജനിക്കുന്നതെങ്കിൽ ശിശുക്കളെ ഉപമിക്കില്ല. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ശിശുക്കളെപ്പോലെ ആയി വരണമെന്ന് കർത്താവ് ഒരിക്കലും പറയില്ല. കൂടാതെ മത്തായി 19-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം, ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ശിശുക്കൾ വരുമ്പോൾ വിലക്കും. യേശു ഇങ്ങനെയാണ് പറഞ്ഞത്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗ്ഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. അപ്പോൾ സ്വർഗ്ഗരാജ്യം ഇങ്ങനെയുള്ള, അപ്പോൾ ശിശുക്കൾ സ്വർഗ്ഗരാജ്യത്തിലെ അവകാശികളാകുന്നവരുടെ ഉദാഹരണമാണ്. ഇപ്പോൾ ശിശുക്കളുടെ ജീവിതം എത്ര നിർമ്മലവും കളങ്കമില്ലാത്തതും വളരെ പരിശുദ്ധമാണെന്നുള്ളതിൻ്റെ തെളിവാണ് ക്രിസ്തു പറഞ്ഞതാണ്. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ്. നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി തീരണം. ലളിതമായ വ്യക്തമായ വേദഭാഗം. ഈ വേദഭാഗം ഇങ്ങനെയുള്ളപ്പോൾ ശിശുക്കൾ ജനിക്കുമ്പോഴേ ആദാമിൻ്റെ പാപം പേറി കളങ്കിതരാണ്. അതുകൊണ്ട് മനുഷ്യർക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ വചനം കേട്ടനുസരിക്കാനുള്ള കഴിവില്ല. ഇപ്പോൾ വ്യക്തമായൊരു വേദഭാഗത്തെ ഖണ്ഡിക്കുന്ന, അതിനെ മറികടക്കുന്ന തരത്തിലാകരുത്. അവ്യക്തമായി, ഇപ്പോൾ വെളിപാട് പുസ്തകം അവ്യക്തമായൊരു പുസ്തകം എടുത്തുകൊണ്ട് വ്യക്തമായ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ തള്ളിക്കളയരുത്. മറ്റൊരു ഉദാഹരണം ഇതേപോലെ തന്നെയാണ്. വചനത്തിൽ വ്യക്തമായി പറയുന്നൊരു കാര്യമാണ്, ഓരോരുത്തരും അവരവരുടെ പാപങ്ങൾക്ക് ഉത്തരവാദികളാണ്. അവരവരുടെ പാപങ്ങൾക്ക് ഉത്തരവാദിയാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങൾ. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലും പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞത്. കൊലോസ് 2:13 പൗലോസിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. അവിടെ പൗലോസ് പറഞ്ഞു, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്നു നിങ്ങളെ. വ്യക്തിപരമായി ഓരോരുത്തരുടെ പാപം നിമിത്തമാണ് വ്യക്തിപരമായ ആത്മീക അധംപതനം സംഭവിച്ചത്. പരമ്പരാഗതമായി ലഭിച്ചതല്ല. പഴയമകാലത്ത് വളരെ ശക്തമായി പറയുന്ന ഈ വിഷയം അവതരിപ്പിക്കുന്നൊരു അധ്യായമുണ്ട്, എസ്കേലിൻ്റെ പുസ്തകം 18-ാം അധ്യായം. എസ്കേൽ 18-ാം അധ്യായത്തിലെ ഒരു വേദഭാഗം മാത്രം നമുക്കൊന്ന് വായിക്കാം. എസ്കേൽ 18-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. അവിടെ എസ്കേൽ പ്രവാചകനിലൂടെ ഇങ്ങനെ ദൈവം പറഞ്ഞു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ഞാൻ പാപം ചെയ്താൽ ആത്മിക മരണം എനിക്ക് അനുഭവിക്കും. എൻ്റെ മക്കളത് അനുഭവിക്കില്ല, എൻ്റെ ഭാര്യ അനുഭവിക്കില്ല. എൻ്റെ ഭാര്യ ചെയ്ത പാപം ഭാര്യയുടെ മേൽ ശിക്ഷയ്ക്ക് കാരണമാകും. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മകൻ അപ്പൻ്റെ അകൃത്യവും വഹിക്കണ്ട, അപ്പൻ മകൻ്റെ അകൃത്യവും വഹിക്കണ്ട. നീതിമാൻ്റെ നീതി അവൻ്റെ മേലും ദുഷ്ടൻ്റെ ദുഷ്ടത അവൻ്റെ മേലും ഇരിക്കും. സമയമുള്ളപ്പോൾ ആ അധ്യായം മുഴുവൻ വായിച്ച് നോക്കണം. അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നുമ്പോൾ മകൻ്റെ പല്ല് പുളിക്കുന്നില്ല. മകൻ പച്ചമുന്തിരിങ്ങ, കയ്പുള്ള പച്ചമുന്തിരിങ്ങ തിന്നാൽ അപ്പൻ്റെ പല്ല് പുളിക്കില്ല.
ദൈവം ഇനി ഈ പഴഞ്ചൊല്ല് പറയരുത് നിങ്ങൾ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ആദാമിൻ്റെ പാപത്തിൻ്റെ കുറ്റക്കാർ നമ്മളല്ല. ആദാമിൻ്റെ പാപം നമ്മൾ അനുഭവിക്കേണ്ട, ആ കുറ്റം അനുഭവിക്കേണ്ട കാര്യം നമുക്കില്ല. ഇപ്പോൾ നാം ഈ പറയുന്നതിൻ്റെ അർത്ഥം ആദാമിൻ്റെ പാപത്തിൻ്റെ ഫലമായി ലോകത്ത് ഒരു ഭവിഷ്യത്തും വന്നില്ലെന്നാണോ? ആദാമിൻ്റെ പാപനിമിത്തം ലോകത്തിനൊരു മാറ്റവും പരിതസ്ഥിതിയിലൊരു മാറ്റം വന്നില്ലെന്നാണോ? ഒരിക്കലുമല്ല. നമ്മളങ്ങനെ പറയുന്നില്ല, വചനം അങ്ങനെ പറയുന്നില്ല. പക്ഷെ നമ്മൾ പറയുന്നതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. രണ്ട് വാക്കുകൾ. ആദാമിൻ്റെ പാപത്തിൻ്റെ കുറ്റം അഥവാ അപരാധം നമ്മൾ ചുമക്കണ്ട. ആദാം ചെയ്ത പാപത്തിൻ്റെ അപരാധം, കുറ്റം ഒരു മനുഷ്യരും ചുമക്കണ്ട. പക്ഷേ ആദാം ചെയ്ത പാപത്തിൻ്റെ ഭവിഷ്യത്ത്, അനന്തരഫലം ഈ ലോകത്തിലും നമ്മുടെ ജീവിതത്തിലും ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ കുറ്റം, ഭവിഷ്യത്ത്, രണ്ട് വാക്കുകളുണ്ട്. ഇംഗ്ലീഷിൽ ഗിൽറ്റ്, കോൺസിക്വൻസ്. ആദാം ചെയ്ത പാപത്തിൻ്റെ കുറ്റം, അപരാധം നമ്മൾ ചുമക്കണ്ട. ആദാം ചെയ്ത പാപത്തിന് എണ്ണി ദൈവം നമുക്ക് അടി തരില്ല, നമ്മളെ പിടിച്ച് ജയിലിലിടില്ല. ആദാം ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ ആദാമിനാണ്. പക്ഷെ ആദാം ചെയ്ത പാപനിമിത്തം മൊത്തത്തിലൊരു മാറ്റം പരിതസ്ഥിതിയിൽ വന്നു. അന്തരീക്ഷത്തിൽ വന്നു, ഭൂമിയിൽ വന്നു, മനുഷ്യനിൽ വന്നു, ശരീരത്തിൽ വന്നു. അത് ഭവിഷ്യത്താണ്, കുറ്റമല്ല. അപ്പോൾ ഇത് വളരെ വ്യക്തമായി നമ്മൾ ഈ രണ്ട് വാക്കിൻ്റെ വ്യത്യാസം. ഒന്ന് അപരാധം, മറ്റൊന്ന് ഭവിഷ്യത്ത്. ഇപ്പോൾ എൻ്റെ അപ്പൻ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പൻ കൊലപാതകം ചെയ്തു അബദ്ധവശാൽ, സ്വയരക്ഷയ്ക്കാകാം. ആ അപ്പൻ ചെയ്ത കൊലപാതകത്തിൻ്റെ ശിക്ഷ മകനോ മകളോ ആയ നമ്മൾ അത് അനുഭവിക്കേണ്ട കാര്യമില്ല. അതിനു വേണ്ടി നമ്മളല്ല വിസ്തരിക്കപ്പെടുന്നത്. നമ്മളെ ചോദ്യം ചെയ്തെന്ന് വരാം, തെളിവെടുത്തെന്ന് വരാം. നമ്മളെ വിസ്തരിക്കില്ല, ജയിലിലടക്കില്ല. അപ്പൻ, അമ്മ, മറ്റൊരാൾ ചെയ്ത തെറ്റ്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അപ്പൻ എന്നുള്ള നിലയിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പൻ ചെയ്ത കൊലപാതകത്തിന് മകനെ ശിക്ഷിച്ച് ജയിലിലടക്കില്ല. പക്ഷേ അപ്പൻ ചെയ്ത കൊലപാതകം, അല്ലെങ്കിൽ അമ്മ ചെയ്ത കൊലപാതകം, അല്ലെങ്കിൽ ഭാര്യ ചെയ്തത്, ഭർത്താവ് ചെയ്തത്, അതിൻ്റെ ഭവിഷ്യത്ത് മൊത്തം ജീവിതത്തിൽ അനുഭവിക്കും, കുടുംബത്തിൽ അനുഭവിക്കും. ചിലപ്പോൾ നമ്മുടെ ജോലി നഷ്ടപ്പെടും, നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടും, സമൂഹത്തിലെ മാന്യത നഷ്ടപ്പെടും, നമുക്ക് തലവേദനയുണ്ടാകും, വല്ലാത്ത വേദനയുണ്ടാകും, തരം താഴ്ത്തപ്പെടും, മറ്റൊരു കളിയാക്കും, വരുമാനം നഷ്ടപ്പെടും, കുട്ടികളുടെ ഭാവിക്ക് വലിയ പ്രശ്നമാകും. ഇതൊക്കെ ഭവിഷ്യത്തുകളാണ്. ആ മനുഷ്യൻ ചെയ്തതിൽ ഭർത്താവോ ഭാര്യയോ അപ്പനോ ചെയ്ത പാപത്തിൻ്റെ കുറ്റം നമ്മൾ ചുമക്കുന്നില്ല, അതിൻ്റെ പേര് നമ്മൾ അടികൊള്ളുന്നില്ല, നമ്മളെ പിടിച്ച് ജയിലിടുന്നില്ല. പക്ഷെ ദിനം തോറും അതിൻ്റെ ഭവിഷ്യത്ത്, അതിൻ്റെ അനന്തരഫലം നമ്മൾ അനുഭവിക്കുകയാണ്. എന്താണ് അനന്തരഫലം ആദാം ചെയ്ത പാപത്തിൻ്റെ? അപ്പോൾ ഇവിടെ 12-ാം വാക്യത്തിൽ, റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് ദൈവാത്മാവ് പറഞ്ഞത്. ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. ദൈവം ആഴമുള്ളത്, നമ്മൾ ആമുഖ പഠനത്തിലാണ്, വാക്യങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്ത് കടന്നു. അപ്പോൾ ആദാം ചെയ്ത പാപത്തിൻ്റെ ഭവിഷ്യത്തെ രണ്ട് കാര്യങ്ങൾ അവിടെ വന്നു. ഒന്ന് പാപമകത്തേക്ക് കയറി, മരണമകത്തേക്ക് കയറി. എല്ലാ മനുഷ്യരിലും ഇത് പരന്നു. ലോകത്തിൽ നമുക്ക് ചുറ്റും ഈ പാപം, അതിൻ്റെ സാഹചര്യം, അതിൻ്റെ പ്രലോഭനം നിറഞ്ഞു. ആദാം ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് പാപലോകത്തിലേക്ക് കടന്നു. ഏദൻ തോട്ടത്തിൽ വെച്ച് പൈശാചികൻ്റെ പ്രതിനിധിയായി ഒരു വ്യക്തി മാത്രമേ അവിടെയുള്ളൂ, സർപ്പം അഥവാ പാമ്പിൻ്റെ രൂപത്തിൽ. പാമ്പ് പിശാചല്ല, പിശാചിൻ്റെ ദൂതനല്ല പാമ്പ്, പിശാച് വേഷം കെട്ടി വന്നതുമല്ല. വെളിപാട് ദിവസം 12:9 അവിടെ പിശാചിനെ അവതരിപ്പിക്കാൻ ഈ തരത്തിലൊരു പ്രയോഗം ഉപയോഗിക്കുന്നത് മാത്രം. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അപ്പോൾ സാത്താനാണ് ഈ ശക്തി. ഉൽപ്പത്തി 3:1. സാത്താൻ വേഷം മാറി വന്നതല്ല, അത് പാമ്പ് തന്നെയാണ്. പക്ഷേ സാത്താൻ ഉപയോഗിക്കുന്നു. നമുക്കറിയാം, എഫേസ്യ ലേഖനം 6:12 പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തീയ പോരാട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ വിശ്വാസികളായ എല്ലാവരും നേരിടുന്നൊരു പോരാട്ടമുണ്ട്. അതിനെക്കുറിച്ച് എഫേസ്യ ലേഖനം 6:12 പറയുന്നത് ശ്രദ്ധിക്കുക. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും
അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അപ്പം നമുക്ക് പോരാട്ടമുള്ളതൊരു വ്യക്തിയോടല്ല, നമ്മുടെ പ്രിയപ്പെട്ട വീട്ടിലുള്ള അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ഭാര്യയോ ഭർത്താവോ മക്കളോ അമ്മായിയപ്പനോ അമ്മായിയമ്മ ഇവരാരോടൊന്നുമല്ല നമ്മുടെ പോരാട്ടം. ദൈവമക്കൾക്ക് വേണ്ടിയാണ് പറയുന്നത്. നമ്മുടെ പോരാട്ടം വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിൽ ലോകാധിപതികൾ, സ്വർലോകിലെ ദുഷ്ടാത്മസേനകൾ. ഈ വലിയ സൈന്യം എവിടെ നിന്ന് വന്നു? ഈ ലോകത്തിലേക്ക് ഈ വലിയ സൈന്യം, ഈ ദുഷ്ടാത്മസേന എവിടെ നിന്ന് വന്നു? ഇങ്ങനൊരു ചിന്തയുണ്ട്. ആദാമിൻ്റെ അനുസരണക്കേട് ഒരു വാതിൽ തുറക്കപ്പെട്ടു. ആദാമിൻ്റെ അനുസരണക്കേട് നിമിത്തം നിഷ്കളങ്കമായി ഉണ്ടായ ഭൂമി എന്ന അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്ത് അവിടേക്ക് പ്രവേശിക്കാൻ, ഈ ശക്തികൾക്കെല്ലാം പ്രവേശിക്കാൻ ഒരു വാതിൽ തുറക്കപ്പെട്ടു. ദുഷ്ടാത്മസേനകൾ, അന്ധകാര ശക്തികൾ, തിന്മയുടെ സ്വാധീന ശക്തികൾ ലോകത്തിലേക്ക് കടന്നു വന്നു. ഒരുപക്ഷെ ഒരു വലിയ നാശത്തിന് കാരണമാകുന്ന വിധത്തിൽ ഭൂമിയിലേക്ക് ആദാമിൻ്റെ പാപം കൊണ്ടുവന്നത് ഈ വലിയ ദുരന്തമാണ്. അത് ഭൂമി മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ്. ഇത് ഭവിഷ്യത്തിൽപ്പെടും. പാപത്തിൻ്റെ ഭവിഷ്യത്താണിത്. നമ്മൾ എന്ത് ചെയ്താലും ഒരുപക്ഷെ വിളവെടുപ്പിൻ്റെ തലേ ദിവസം രാത്രി മഴ പെയ്തെല്ലാം ചീഞ്ഞു പോകും. എല്ലാം നശിക്കും, എല്ലാം തകർക്കും. അവസാന നിമിഷം എല്ലാം തകർത്ത് കളയും. ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ നഷ്ടപ്പെടാൻ, സംശയിക്കാൻ, ദൈവത്തെ ഉപേക്ഷിക്കാൻ, ആത്മീയം വളരാതിരിക്കാൻ എല്ലാ തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മുടെ ചുറ്റും ചെയ്യും. എവിടെ നിന്ന് വന്നു ഈ ശക്തി? ഇപ്പം ഇവിടെ പറഞ്ഞ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും, പാപത്താൽ മരണം ലോകത്തിലേക്ക് കടന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ ദൈവം ആദാമും ഹവ്വയെ തോട്ടത്തിലാക്കി വയ്ക്കുമ്പോൾ ദൈവം അവരോട് പറഞ്ഞ കൽപ്പന ഇതാണ്: എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാൾ നീ മരിക്കും. 2 വൃക്ഷമുണ്ട്, ഒന്ന് ജീവൻ്റെ വൃക്ഷം, ഒന്ന് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം. അത് വിലക്കിയതാണ്, അത് തിന്നരുത്. അവർ സ്വയം തീരുമാനിക്കണം. അവരുടെ സ്വന്തം തീരുമാനം അനുസരിച്ച് വേണം, പൂർണ്ണ ഹൃദയത്തോടെ വേണം ദൈവത്തിന് വിധേയപ്പെടാൻ. നിർബന്ധമല്ല, സ്വമനസ്സാല ചെയ്യണം. നിങ്ങളെ തിന്നരുത്, അതാണ് കൽപ്പന. പക്ഷേ ആ കൽപ്പന മുന്നറിയിപ്പ് അവർ തള്ളിക്കളഞ്ഞു. ആദാമും ഹവ്വയും പഴം പറിച്ചു തിന്നു. ഉൽപ്പത്തി പുസ്തകം 3:6 നമുക്കതറിയാം. 2 പേരും അനുസരണക്കേട് കാണിച്ചു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ട് പഴം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. അവർ സ്വാധീനിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ കൽപ്പന മറുതലിച്ച് പഴം പറിച്ചു തിന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ജീവവൃക്ഷത്തിൽ അവർ അകറ്റപ്പെട്ടു. 3:24-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു, ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ ഏദൻ തോട്ടത്തിലേക്ക് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞൊരു കൊണ്ടുവരിക്കുന്ന വാളുകൊണ്ട് കാവൽ നിർത്തി. ജീവവൃക്ഷം ഇനി തൊടാൻ പറ്റില്ല. ദൈവമായുള്ള സമ്പർക്കം നഷ്ടപ്പെട്ടു, ആത്മീയ മരണം അനുഭവിച്ചു. അന്നു മുതൽ ദൈവത്തിൻ്റെ കൽപ്പന നിഷേധിച്ച് അവഗണിച്ച് അനുസരണക്കേട് കാണിച്ച അന്ന് മുതൽ അവിടെ ശരീരം മണ്ണിലേക്കുള്ള യാത്ര തുടങ്ങി. ഭവിഷ്യത്താണ്. ശരീരം ക്ഷയിക്കാൻ തുടങ്ങി. ഭവിഷ്യത്താണ്. രോഗം വരാൻ തുടങ്ങി, ക്ഷീണിക്കാൻ തുടങ്ങി, തളരാൻ തുടങ്ങി, കരച്ചിൽ വന്നു, രക്തച്ചൊരിച്ചിലുണ്ടായി, തമ്മിൽ തല്ലായി. ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയും പരാതി പറഞ്ഞ് ഉന്നയിച്ച് പരിഹസിക്കാൻ തുടങ്ങി. ഓരോരുത്തരും സ്വയം വലുതാകാൻ മറ്റുള്ളവരെ ചവിട്ടാൻ തുടങ്ങി. മറ്റുള്ളവരുടെ തലയിൽ ചവിട്ടി വലുതാകാൻ ശ്രമിക്കാൻ തുടങ്ങി. ഭവിഷ്യത്തുകളാണ്. പാപം കടന്നു വന്നതിൻ്റെ ഭവിഷ്യത്ത്. മറക്കരുത്, ആദാം ചെയ്ത പാപത്തിൻ്റെ കുറ്റം നമ്മുടെ തലയിൽ വരില്ല. ആദാം ചെയ്ത പാപത്തിന് നിങ്ങളും ഞാനും ശിക്ഷിക്കപ്പെടില്ല. പക്ഷെ ആദാമിലൂടെ വന്ന പാപത്തിൻ്റെ ഭവിഷ്യത്ത് നമ്മുടെ ജീവിതത്തെ ദുരന്തമാക്കി. ഓരോ കണ്ണുനീരും ഓരോ വേദനകളും അത് ഓർമ്മിപ്പിക്കുകയാണ് ദൈവം. ശാപം ഭൂമിയിലേക്ക് വന്നു, ഭൂമി ശപിക്കപ്പെട്ടു. ഭവിഷ്യത്താണ്. ചിന്തിക്കുക, ഓരോ കല്ലറയുടെ സമീപത്ത് നിന്ന് വിതുമ്പിക്കരയുന്ന, നിലവിളിച്ച് കരയുന്ന ഓരോ വ്യക്തിയുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീര്. ഇപ്പം മരണം കടന്നു വന്നു. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, മരണമെന്ന ശത്രു. ഇതെല്ലാം ആദാമിൻ്റെ പാപത്തിൻ്റെ അനന്തരഫലം, ഭവിഷ്യത്ത്, പ്രത്യാഘാതം. നാം ആദാമിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ നമ്മൾ കൊള്ളുന്നില്ല. ആദാമിൻ്റെ പാപത്തിൻ്റെ ശിക്ഷയുടെ അടി നമ്മുടെ ചുമലിൽ വീഴുന്നില്ല. പക്ഷെ നമ്മൾ ജീവിക്കുന്ന പ്രതലം, ഭൂമി ശപിക്കപ്പെട്ടു. ഭൂമി നമ്മുടെ ജീവിതം ദുരന്തമായി, കഷ്ടപ്പാടും വേദനയും നിറഞ്ഞായി.
സ്ത്രീകളുടെ പ്രസവം ദൈവ പദ്ധതിയാണ്. പക്ഷേ കഠിന വേദന, നിലവിളിച്ചുള്ള കരച്ചിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ ശിശുവും ജനിച്ചു വീഴുമ്പോൾ എങ്ങനെയാണ് അവിടെ, എവിടേക്കാണ് ജനിച്ചു വീഴുന്നത്. ഇതെൻ്റെ പാപത്തിൻ്റെ എന്നെ ഗർഭം ധരിച്ചെന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ അർത്ഥം. അമ്മയുടെ പാപമല്ല ചുമക്കുന്നത്, ഭൂമിക്ക് നൽകിയ ശാപത്തിൻ്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത്. അപ്പോൾ ഈ മരണമെന്ന സംഘർഷത്തെക്കാളുപരി സാത്താൻ അത് ഉപയോഗിച്ചുകൊണ്ട്, മരണം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. മനുഷ്യരെ പലതുകൊണ്ട് നിർബന്ധിക്കാൻ തുടങ്ങി. ഇത് ചെയ്തിട്ട് അതിനെ കൊന്നുകളയും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ ലോകത്തിലുണ്ടായി. മറക്കരുത്, ആദാമിൻ്റെ പാപത്തിൻ്റെ കുറ്റം, അപരാധം നിങ്ങളും ഞാനും ചുമക്കണ്ട. അതേ അങ്ങനെ അത് ആദാമിൻ്റെ തലയിലുള്ളതാണ്. പക്ഷേ ആദാമിലൂടെ പാപം ലോകത്തിലേക്ക് വന്നു, മരണവും ലോകത്തിലേക്ക് വന്നു. ലോകം ശപിക്കപ്പെട്ട അവസ്ഥയെത്തി. ഒരു വേദഭാഗം വായിച്ച് തൽക്കാലം അവസാനിപ്പിക്കാം. ഈ വിഷയം നമുക്ക് പിന്നീട് തുടരാം അടുത്ത അവതരണത്തിൽ. എബ്രായലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 15 വരെ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും, അതായത് യേശു, അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ. പക്ഷേ ജീവിക്കുന്നത് എങ്ങനെയാണ്? മരണഭയം സാത്താൻ്റെ ഏറ്റവും വലിയ ആയുധം. പേടിപ്പിക്കുക. മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും പിടിവെച്ചു. കർത്താവ് യേശു മനുഷ്യാവതാരം എടുത്തു വന്നുകൊണ്ട് ആദ്യം പറഞ്ഞ് ഭയപ്പെടേണ്ട. മരണഭയത്തിലാണ് മനുഷ്യൻ. സാത്താൻ്റെ വലിയ തന്ത്രമാണ്. നമ്മൾ മരണത്തെ ഭയപ്പെടുന്നു. പക്ഷെ മരണം നല്ലൊരു ദാസനാണ്, നല്ലൊരു സഹായിയാണ്. പൗലോസ് ഭാഷയിൽ ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭവും. അപ്പം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വെടിവെച്ച്. മരണഭീതി ഒരു ഭവിഷ്യത്താണ്. പേടിച്ച് ജീവിക്കുക. അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ക്രിസ്തുവാണ്. തുടരാൻ നമുക്ക് അടുത്ത പഠനത്തിൽ. നമ്മൾ ഈ വേദഭാഗത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അത് നമ്മൾ കുറച്ച് നാൾ കഴിയും. 3-4 ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടേ വേദഭാഗത്തിലേക്ക് വരികയുള്ളൂ. അതിന് മുമ്പ് ആമുഖം നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പം റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 21 വരെ ഒരിക്കലും ഈ വേദഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആദാമിൻ്റെ പാപം ഞാൻ ചുമക്കുന്നതാണ് ജനിച്ചു വീഴുന്നത് എന്ന് ചിന്തിക്കരുത്. വചനം അങ്ങനെ പഠിപ്പിക്കുന്നില്ല, ദൈവം അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല. ആദാമിൻ്റെ പാപമല്ല നമ്മൾ ചുമക്കുന്നത്. പക്ഷേ ഈ ലോകം ഈ തരത്തിലാകാൻ ആദാമിൻ്റെ പാപത്തിൻ്റെ ഭവിഷ്യത്ത് സംഭാവനയുണ്ടായി. അത് സംശയമില്ല. നമ്മൾ പാപം ചെയ്താൽ നമ്മുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് ദുരന്തമായിരിക്കും. ലഭിച്ച വരുമാനം മുഴുവൻ മദ്യപിച്ച് നശിപ്പിക്കുന്ന വീട്ടിൽ ആ അപ്പൻ എങ്ങനെ കുടിച്ച് നശിക്കുകയാണെങ്കിൽ അമ്മ കുടിച്ച് നശിക്കുന്ന അമ്മയും കുടിക്കും. അമ്മ കുടിച്ച് നശിക്കുകയാണെങ്കിൽ ആ വീട്ടിലെ മക്കൾ പട്ടിണിയാവും. മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരും. മറ്റുള്ളവർ കളിയാക്കും. ഒരിടത്തും ജോലി കൊടുക്കില്ല. കാരണം നാളെ ഇവനും ഈ മക്കളും കുടിക്കും. ഇത് കണ്ടു വളർന്ന കുടുംബമാണ്. അവരൊരാവശ്യം വരുമ്പോൾ ഇതിലേക്ക് തന്നെ തിരിയും. ദൈവത്തിലേക്ക് തിരിയില്ല, കുപ്പിയിലേക്ക് തിരിയും. കുടുംബം നശിക്കുമോ? അപമാനമുണ്ടാകും, വ്യക്തിത്വം നഷ്ടപ്പെടും, സാക്ഷ്യം നഷ്ടപ്പെടും. ഇത് ഭവിഷ്യത്താണ്. മദ്യപിച്ച രോഗം, കരളിൻ്റെ രോഗം വേറെ ആർക്കും വരുന്നില്ല, കുടിച്ച ആൾക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ കുടിച്ച ആളുടെ കുടുംബം നേരിടുന്ന ആ കുടിയുടെ ഭവിഷ്യത്ത്, അത് പുകവലിയായാലും മയക്കുമരുന്നായാലും മറ്റേത് അധാർമിക ജീവിതമായാലും, അതിൻ്റെ ഭവിഷ്യത്ത് കൂടെയുള്ളവർ അനുഭവിക്കും. ദാവീദിൻ്റെ പാപം, അതിൻ്റെ കുറ്റം വേറെ ആരും ചുമക്കുന്നില്ല. പക്ഷേ ദാവീദിൻ്റെ പാപത്തിൻ്റെ ഭവിഷ്യത്ത് ആ കുടുംബത്തിൽ അനുഭവിച്ചു. ഓർക്കുക, നമ്മൾ ആദാമിൻ്റെ പാപം പേറിട്ട അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നാൽ മകൻ്റെ പല്ല് പൊളിക്കില്ല, മകൻ പച്ചമുന്തിരിങ്ങ തിന്നാൽ അപ്പൻ്റെ പല്ല് പൊളിക്കില്ല. പാപം ചെയ്യുന്ന ദേഹി മരിക്കും, അതായത് ആത്മീയമായി. നമ്മുടെ ജീവിതത്തിലെ പിഴവിന് മറ്റാരുടെ നേരും വിരൽ ചൂണ്ടരുത്. നാം സ്വയം പരിശോധിക്കണം. ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ച ജീവിതം നാം ദൈവമുമ്പിൽ യോഗ്യരായി ജീവിക്കുക മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിന് അപകടം വരുത്തരുത്, മറ്റുള്ളവരുടെ ജീവിതത്തിന് സങ്കടം വരുത്തരുത്, ബുദ്ധിമുട്ട് വരുത്തരുത്. ഏറ്റവും അധികം ശ്രദ്ധിക്കുക. നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനത്തിൽ. താങ്ക് യു.